ശ്രീ ജയചന്ദ്രൻ, ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഹേമ കമ്മിറ്റിയിൽ സർക്കാർ പുറത്തുവിടാത്ത പല മൊഴികളും അതുപോലെ തന്നെ പല റിപ്പോർട്ടുകളും അന്വേഷണ കമ്മീഷന് മുന്നിലെത്തിയിട്ടുണ്ട്. അന്വേഷണ കമ്മീഷൻ ഇവരുടെ എല്ലാം 50 പേരുടെയും മൊഴിയെല്ലാം എടുത്തതിനു ശേഷം സർക്കാരിനെ, ഹൈക്കോടതിയെ ഇതിന്റെ തുടർ നീക്കം അറിയിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അവസാനം ഈ അന്വേഷണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുകമുറ നീങ്ങി സുതാര്യവും സത്യസന്ധവുമായ ഒരു അന്വേഷണം നടത്തി അവസാന ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ സിനിമാ മേഖലയിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ നിർണായകമാകുമോ, അതോ ഒരു പിടിമുറുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ കാണാൻ സാധിക്കുക? യഥാർത്ഥത്തിൽ നമുക്ക് വളരെ അത്ഭുതവും അതിശയവും അല്പം ലജ്ജയും തോന്നുന്ന വിവരങ്ങളാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന വളരെ കൃത്യമായി തന്നെ തൊഴിലിടങ്ങളിലെ അവകാശങ്ങളെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കിപ്പോഴത്തെ വിധി എന്തായാലും ഹൈക്കോടതിയുടെ ഇടപെടൽ വളരെ കൃത്യമായ ഇടപെടലാണ്. അതിനകത്ത് SIT-യുമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയിട്ടുള്ള നിർദ്ദേശം അതേ തരത്തിൽ നടപ്പിലായാൽ അത് സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ തൊഴിൽ മേഖലയിലുള്ള ഇത്തരം അധാർമികതയ്ക്കെതിരെയുള്ളൊരു വലിയ പോരാട്ടമായി മാറും എന്ന് തന്നെയാണ് തോന്നുന്നത്. 1997 തോന്നുന്നു വിശാഖ കേസ്, നമ്മുടെ രാജസ്ഥാൻ സ്റ്റേറ്റും വിശാഖ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയും തമ്മിലുള്ള കേസ് സുപ്രീം കോടതി ഒരു സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത്. അന്ന് ആ വിധിക്കകത്ത് ആർട്ടിക്കിൾ 19(1) G പ്രകാരമുള്ള നടപടികൾ അത് കോളേജ് ക്യാമ്പസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് അന്ന് ആ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആ സുപ്രീം കോടതി കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതും. 2013 ഇന്ത്യയുടെ കംപ്ലയിൻറ്റ് കമ്മിറ്റിയായിട്ട് പുറത്തു വന്നു. അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്ന് നിർദ്ദേശം വന്നു. നമുക്കൊക്കെ അത്ഭുതം തോന്നിയത് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഇന്ത്യൻ ICC രൂപീകരിക്കണമെന്ന ആവശ്യം, എനിക്ക് തോന്നുന്നു വിമൻ കളക്റ്റീവ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ആവശ്യം സിനിമാ മേഖലയിൽ ഉന്നയിച്ചുകൊണ്ട് കത്ത് കൊടുത്തത്. അതിനെ നിരാകരിക്കാനുണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് മുതൽ ആരംഭിക്കേണ്ടുന്ന ഒരു പ്രക്രിയയ്ക്കാണ്, ഭരണഘടനാപരമായൊരു നടപടിക്കാണ് ഇപ്പം ഹൈക്കോടതി, കേരള ഹൈക്കോടതി അതിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സുപ്രധാനമായ വിധിയാണ്. ഇത് സിനിമാ മേഖലയിലെ മാത്രം അധാർമികതയ്ക്കെതിരെയുള്ളതല്ല, ഇന്ത്യയിലെയും കേരളത്തിലെയും എല്ലാ തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടമായി മാറും. ഇതെന്തായിരുന്നാലും നേരത്തെ ഇവിടെ അമ്പിളി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഇതിനകത്തൊരു നമ്മൾ പറയുന്ന പോലെ ചെറിയ ഈ പീഡന കേസുകൾ മാത്രമല്ലല്ലോ, അതിനകത്ത് ധാരാളം തൊഴിൽപരമായ പ്രശ്നങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കാൻ, അത് പുറത്തു കൊണ്ടുവരാനും ഈ കോടതി വിധിക്ക് കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്.